കീഴിലം സെന്റ് തോമസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ രക്ഷിതാക്കൾക്കായി ആന്റി റാഗിംഗ് ലഹരി വിരുദ്ധ ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചു. കുറുപ്പമ്പടി സബ് ഇൻസ്പെക്ടർ അബി കെ.എം ക്ലാസ് നയിച്ചു. വിദ്യാർത്ഥികൾക്കിടയിൽ വർദ്ധിച്ചുവരുന്ന ലഹരി ഉപയോഗവും റാഗിങ്ങിന്റെ ദൂഷ്യഫലങ്ങളും സംബന്ധിച്ച് രക്ഷിതാക്കൾക്ക് അവബോധം നൽകുക എന്ന ലക്ഷ്യത്തോടെയായിരുന്നു ക്ലാസ് നടത്തിയത്. കുറുപ്പമ്പടി സബ് ഇൻസ്പെക്ടർ അബി കെ.എം ക്ലാസിന് നേതൃത്വം നൽകി. കേരളത്തിന്റെ സാഹിത്യ ചരിത്രത്തിൽ വ്യക്തിമുദ്ര പതിപ്പിച്ച എം.ടി. വാസുദേവൻ നായരുടെ ഒരു ചെറിയ വചനം ഞാൻ പറയുകയാണ്. ആൾക്കൂട്ടത്തിന് ഒരു വേട്ടക്കാരന്റെ മനസ്സാണ്. വേട്ടക്കാരന്റെ മനസ്സോടുകൂടി അത് സമൂഹത്തിൽ ഇരയെ തേടിക്കൊണ്ടിരിക്കും. ഇര കീഴ്പ്പെടുന്നത് വരെ വേട്ടക്കാരൻ പിന്നാലെ കൂടും. ഇര കീഴ്പ്പെട്ടു പോയാലോ ആർത്തിയോടുകൂടി അതിനെ ആഘോഷിക്കും. അത് വിനോദത്തിന് വേണ്ടി മാത്രമല്ല, ഒരു ആഘോഷത്തിന് കൂടിയിട്ടാണ്. ബൈബിളിൽ പുന്തിയോസ് പിലാത്തോസ് പറഞ്ഞിട്ടുണ്ട്, ഈ തിരുനാൾ ദിനത്തിൽ എനിക്കൊരാളെ വെറുതെ വിടുവാൻ, മോചിപ്പിക്കാൻ അധികാരമുണ്ട്. യേശു തെറ്റുകാരനല്ലെന്ന് എനിക്കറിയാം, ഞാൻ അദ്ദേഹത്തെ മോചിപ്പിക്കട്ടെയോ എന്ന് ചോദിച്ചപ്പോൾ ജനക്കൂട്ടം തിരുമ്പിക്കൊണ്ട് പറഞ്ഞു, അരുത്, അവനെ ക്രൂശിക്കുക. ചാട്ടവാറ കൊണ്ട് അടിയേക്കുമ്പോഴും മൂർത്തുമൂർത്ത ആണി ശരീരത്തിൽ തുളച്ചു കയറി അത് മരത്തണ്ടിലേക്ക് തറയ്ക്കുമ്പോഴും കല്ലേറ് കൊണ്ട് മുറിവേൽക്കുമ്പോഴും യേശു കുരിശിൽ കിടന്ന് പിടയ്ക്കുമ്പോഴും ജനക്കൂട്ടം ആഘോഷിക്കുകയായിരുന്നു. പിലാത്തോസിന് അറിയാമായിരുന്നു യേശു തെറ്റുകാരനല്ലെന്ന്. പക്ഷെ ജനക്കൂട്ടത്തിന്റെ വിധിയിൽ അദ്ദേഹത്തിന് വശംവദനാകേണ്ടി വന്നു. സന്ദർഭത്താൽ എനിക്ക് തോന്നിയ ചില കാര്യങ്ങൾ ഞാൻ പറഞ്ഞതേ ഉള്ളൂ. റാഗിങ്ങിന്റെ നിയമപരമായ വശങ്ങൾ, ലഹരിയുടെ അപകടങ്ങൾ, കുട്ടികളിലെ പെരുമാറ്റമാറ്റങ്ങൾ തിരിച്ചറിയേണ്ടതിന്റെ ആവശ്യകത, രക്ഷിതാക്കളുടെ ജാഗ്രതയും ഇടപെടലും എന്നിവയെക്കുറിച്ചെല്ലാം അദ്ദേഹം വിശദീകരിച്ചു. വിദ്യാർത്ഥികളുടെ സുരക്ഷയും മാനസികാരോഗ്യവും ഉറപ്പാക്കുന്നതിൽ കുടുംബത്തിന്റെയും വിദ്യാലയത്തിന്റെയും പ്രാധാന്യത്തെക്കുറിച്ചും സംസാരിച്ചു. പക്ഷെ ഒരു വിദ്യാലയം നിലനിൽക്കണമെങ്കിൽ 3 സംഭവങ്ങൾ ആവശ്യമുണ്ട്. ഒന്ന്, സോഷ്യൽ സപ്പോർട്ട്, സോഷ്യൽ സെക്യൂരിറ്റി പ്രദാനം ചെയ്യണമെന്നാണ് ഈ പറയുന്നത്. സപ്പോർട്ട് എന്ന് പറഞ്ഞാൽ അത് കുറഞ്ഞു പോകും. സോഷ്യൽ സെക്യൂരിറ്റി. രണ്ടാമത് ഇമോഷണൽ സെക്യൂരിറ്റി. മൂന്നാമത് ഫിനാൻഷ്യൽ സെക്യൂരിറ്റി. ഇതില് മർത്തോമ മാനേജ്മെന്റ്, ശ്രീ ജോജി തോമസ് അച്ഛൻ അടക്കമുള്ള കോർപ്പറേറ്റ് അധികാരികൾ ഈ ഫിനാൻഷ്യൽ സെക്യൂരിറ്റിയുടെ കാര്യത്തിൽ ഈ സ്ഥാപനത്തിന്, മർത്തോമ സഭയുടെ കീഴിലുള്ള 300ഓളം വരുന്ന സ്ഥാപനങ്ങൾക്ക് ശക്തമായ പിന്തുണ നൽകുന്നുണ്ട്. അതിന് പകരമുള്ള ഈ 3 ടയർ സിസ്റ്റം പോലെ പ്രവർത്തിക്കുന്ന വിദ്യാലയത്തില് ഞാൻ പറഞ്ഞ സോഷ്യൽ സെക്യൂരിറ്റിയും ഇമോഷണൽ സെക്യൂരിറ്റിയും കൊടുക്കേണ്ടത് മാനേജ്മെന്റ് അല്ല, മറിച്ച് നമ്മൾ മാതാപിതാക്കളാണ്, കുട്ടികളാണ്. ആ മാതാപിതാക്കൾക്ക് പകർന്നു നൽകാൻ കഴിയാത്ത ഒരു പ്രത്യയശാസ്ത്രവും ഒരു മൂല്യബോധവും ഒരു തത്വചിന്തയും ഇന്ന് ലോകത്ത് ഒരു യൂണിവേഴ്സിറ്റിയിലും പഠിപ്പിക്കാൻ സാധിക്കുകയില്ല. മാതാപിതാക്കളുടെ ചെയ്തികളെ പിൻപറ്റിയാണ്, ചിന്താഗതികളെ പിൻപറ്റിയാണ്, മാതാപിതാക്കളുടെ ശിക്ഷണത്തെ പിൻപറ്റിയാണ് ഏതൊരു തലമുറയും ജീവിച്ചു വരുന്നത്. ഞങ്ങളിപ്പോൾ കേരള പോലീസ് സംസ്ഥാനത്തുടനീളം ഓപ്പറേഷൻ തൂഫാൻ എന്ന് പറയുന്ന ലഹരിക്കെതിരെയുള്ള കർമ്മയുദ്ധത്തിന്റെ പാതയിലാണ്. ലഹരിയുടെ ഉറവിടം മുതൽ വിപണനം മുതൽ ഉപയോഗം മുതൽ സമസ്ത തലങ്ങളിലും ലഹരി വേട്ട നടത്തിക്കൊണ്ടിരിക്കുക. ഞാൻ അതിനെപ്പറ്റി പറയാം. ഇതിൽ ഞങ്ങൾ ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത് മാതാപിതാക്കളെയും വീട്ടമ്മമാരെയും ഈ സമൂഹത്തിന്റെ താഴേക്കിടയിലുള്ള ജനങ്ങളെയുമാണ്. പോലീസുകാരെയല്ല, എക്സൈസുകാരെയല്ല, മറ്റൊരു ഡിപ്പാർട്ട്മെന്റിനെയും അല്ല. അപ്പൊ മാതാപിതാക്കൾക്ക് പകർന്നു നൽകാൻ കഴിയാത്ത ഒരു പ്രത്യയശാസ്ത്രവും ഒരു മൂല്യബോധവും പഠിപ്പിക്കാൻ ഇന്ന് ലോകത്ത് നിലവിലുള്ള ഒരു യൂണിവേഴ്സിറ്റിയിലും ഒരു സിലബസിലും സാധിക്കുകയില്ല. രക്ഷിതാക്കളും അധ്യാപകരും പരിപാടിയിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, രായമംഗലം.